എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലുള്ള 1ാം അധ്യായം പുൽ ഭനി ധി മാ എന്ന് പറഞ്ഞ പാഠമാണ് നോക്കുന്നത്. ഇതൊരു കവിതയാണ്. പുൽ ഭനി ധി മാ എന്നാണ് കവിതയുടെ ഹെഡിങ്. കവി ആരാണെന്ന് അറിയണ്ടേ? കവിയുടെ പേര് നരേന്ദ്ര പുണ്ടരീക്. ഇദ്ദേഹമാണ് നമ്മളുടെ കവിത എഴുതിയത്. പുൽ ഭനി ധി മാ എന്ന് പറഞ്ഞ കവിത എഴുതിയത് നരേന്ദ്ര പുണ്ടരീക്. നമുക്ക് നോക്കാം കവിത. हम भाइयों के बीच पुल भनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरीलाल बत्ती के हम लोगों की जुग जुग जग जग. ഒന്നുകൂടെ വായിക്കാം. हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की जुग जुग जग जग. കൂട്ടുകാർക്ക് എന്തെങ്കിലും മനസ്സിലായോ? അപ്പോൾ നമ്മൾക്ക് എന്താണ് കവി പറയുന്നത് എന്ന് നോക്കാം അല്ലേ? പാഠത്തിന്റെ ഹെഡിങ്, കവിതയുടെ ഹെഡിങ് പുൽ ഭനി ധി മാ. പുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുൽ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ്, അതായത് പാലം. പുൽ ഭനി ധി മാ, അമ്മ എന്തായിരുന്നു? പുൽ ഭനി ധി, ഒരു പാലം, പാലത്തെ പോലെ ആയിരുന്നു. കവി എന്ത് ചെയ്യുകയാണ്? അമ്മയെ ഒരു ബ്രിഡ്ജിനോട്, ഒരു പാലത്തോട് ഉപമിക്കുകയാണ്. അമ്മ ഒരു പാലത്തെ പോലെ ആയിരുന്നു, ഒരു ബ്രിഡ്ജിനെ പോലെ ആയിരുന്നു. ഇതാണ് നമ്മുടെ കവിതയുടെ ഹെഡിങ്, ശീർഷക് പുൽ ഭനി ധി മാ. എന്തുകൊണ്ടായിരിക്കും കവി അമ്മയെ പുൽ എന്ന് പറഞ്ഞത്? പുൽ ഭനി ധി മാ, മാ പുൽ കെ സമാൻ ഹെ. അമ്മ എന്താണ്? പുൽ കെ സമാൻ, ഒരു ബ്രിഡ്ജിനെ പോലെയാണ്. എന്തുകൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞത്? നമുക്ക് നോക്കാം. ഹം ഭായിയോं के बीच पुल बनी थी माँ, हम भाइयों के बीच पुल बनी थी माँ. हम ഭായിയോ, നമ്മൾ, ഭായിയോ സഹോദരന്മാർക്കിടയിൽ, ബീച്ച് ഇൻ ബിറ്റ്വീൻ, ഇടയിൽ, നമ്മൾ സഹോദരങ്ങൾക്കിടയിൽ, കുടുംബാംഗങ്ങൾക്കിടയിൽ. പുൽ ഭനി ധി മാ, അമ്മ എന്തായിരുന്നു? എക് പുൽ ധി, ഒരു പാലമായിരുന്നു. എന്തായിരിക്കും അതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്? പുൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്? പുൽ ദോ കിനാരോ കോ ആപ്പസ് മേ ജോഡ്താ ഹെ. പുൽ ദോ കിനാരോ കോ ആപ്പസ് മേ ജോഡ്താ ഹെ. രണ്ട് തീരങ്ങളെ അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളെ, രണ്ട് ഏരിയകളെ എന്ത് ചെയ്യുന്നു? ആപ്പസ് മേ ജോഡ്താ ഹെ, പരസ്പരം ബന്ധിപ്പിക്കുന്നത് ആരാണ്? പുല്ലാണ് അല്ലെ, ബ്രിഡ്ജാണ്. അതുകൊണ്ടാണ് അമ്മയും എന്ത് ചെയ്യുന്നു? മാ പരിവാർ കെ സദസ്യോं को आपस में जोड़ता है. മാ परिवार के सदस्यों को आपस में जोड़ने वाली एक कड़ी है. അമ്മ എന്താണ്? പരിവാർ കെ സദസ്യോं को, കുടുംബാംഗങ്ങളെ, ആപ്പസ് में जोड़ने की एक कड़ी है. അമ്മ എന്താണ്? കുടുംബാംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. അതുകൊണ്ടാണ് കവി എന്തിനോട് ഉപമിച്ചത്? മാ പുൽ കി സമാൻ ഹെ, അമ്മ ഒരു പുൽ, ബ്രിഡ്ജിനെ പോലെയാണ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത രണ്ട് വരി നോക്കാം. ജിസ്മേ ആയേ ദിൻ ദൗഡ്തി രഹ്തി ധി ബേധടക്. ജിസ്മേ ആയേ ദിൻ दौड़ती रहती थी बेधड़क. ഇതിൽ
നിങ്ങൾക്ക് പുതുതായിട്ട് അറിയാവുന്ന ഒരു വേർഡാണ് ബേധഡക് അല്ലേ? പുതുതായിട്ട് കാണുന്ന ഒരു വാക്കായിരിക്കും ബേധഡക്. എന്താണ് ബേധഡക്? ഭയപ്പെടാതെ, ബിനാ കിസി രുക്കാവട്ട് സെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഭയപ്പെടാതെ എന്നുള്ളതാണ് ബേധഡക് എന്ന് പറഞ്ഞാൽ. ജിസ്മേ ആയേ ദിൻ ദൗഡ്തി രഹ്തി ധി ബേധഡക്. അമ്മ എന്ത് ചെയ്തിരുന്നു? ഭേദഡക്, നമ്മുടെ ജീവിതം ഭേദഡക്, ഭയപ്പാടില്ലാതെ, മാരൂബി ഫുൽ സേ ബച്ചോ കി ജിന്ദഗി. അമ്മ എന്ന ഫുൽ പാലം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ബച്ചോ കി ജിന്ദഗി, ഹമാരി ജിന്ദഗി, നമ്മുടെ ജീവിതം ഭേദഡക് ചൽത്തി രഹ്തി ഹേ, നമ്മുടെ ജിന്ദഗി ജീവിതം ഭേദഡക് ബിനാ കിസി രുക്കാവട്ട് के, बिना किसी डर के, क्या है? आगे बढ़ती है, चलती रहती है. बिना किसी हरी लाल बत्ती के. എന്താണ്? बिना किसी हरी लाल बत्ती के. हरी लाल बत्ती, क्या है हरी लाल बत्ती? हरा പച്ച, ലാൽ ചുവപ്പ്. ഹരി ലാൽ ബത്തി എന്തിനാ ഉപയോഗിക്കുക? സിഗ്നൽ ലൈറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഹരേ ബത്തി എന്തിനാ ഉപയോഗിക്കുന്നത്? ചലനെ കെ ലിയെ, और लाल बत्ती रुकने के लिए. बिना किसी हरी लाल बत्ती के. എങ്ങനെ? ബിനാ കിസി, ഒരു തടസ്സം. ഹരിലാൽ ബത്തി എന്താണ്? ഒരു രുക്കാവട്ടാണല്ലേ, ഒരു തടസ്സമാണ്. ഇങ്ങനെ തടസ്സങ്ങളില്ലാതെ, ബിനാ കിസി രുക്കാവട്ട് സെ, ഒരു തടസ്സവും കൂടാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ ആര് ഒരു പുല്ലിനെ പോലെ പ്രവർത്തിക്കുന്നു? മാ. അതാണ് ഈ കവിതയിൽ പറയുന്നത്, ഈ വരികളിലൂടെ കവി പറയുന്നത്. ഇനി അവസാനത്തെ ഒരു വരി കൂടെ നോക്കാം. ഹം ലോഗോं की जुग जुग जग जग. ഹം ലോഗോं की जुग जुग जग जग. ഇവിടെ ജുഗ് ജുഗ് ജഗ് ജഗ് എന്നുദ്ദേശിക്കുന്നത് റെയിൽ ഗാഡിയാണ്, ട്രെയിൻ. റെയിൽ ഗാഡി എന്നുദ്ദേശിക്കുന്നത് ബച്ചോ കി ജിന്ദഗി, നമ്മുടെ ജീവിതത്തെയാണ്. ഹമാരി ജിന്ദഗി, നമ്മുടെ ജീവിതത്തെയാണ് കവി എന്തിനോട് ഉപമിച്ചത്? റെയിൽ ഗാഡി, ട്രെയിനിനോട് ഉപമിക്കുന്നത്. ജുഗ് ജുഗ് ജഗ് ജഗ് എന്ന് പറഞ്ഞാൽ റെയിൽ ഗാഡിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ എന്തിനോടാണ് ഉപമിച്ചത്? നമ്മുടെ ജീവിതത്തെ. ഹമാരി ജിന്ദഗി സെ. ടീക്ക്. അപ്പോൾ നമുക്ക് എന്താണ് ഈ വരികളിലൂടെ കവി പറയുന്നത് എന്ന് നോക്കാം. ഫുൽ ഭനി ഥി മാ എന്നുള്ള നമ്മുടെ കവിത എഴുതിയത് നരേന്ദ്ര പുണ്ടരീക്. അദ്ദേഹം കവിതയിലൂടെ പറയുന്നത് അമ്മയെ ഒരു പാലത്തിനെ കൊണ്ട്, ഒരു ബ്രിഡ്ജിനെ കൊണ്ട് അദ്ദേഹം ഉപമിക്കുന്നു. കാരണം നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് ആരാണ്? അമ്മയാണ്. പിന്നെയോ അമ്മ കാരണം, അമ്മയുടെ തണലിൽ നമ്മള് മക്കള് എന്ത് ചെയ്യുന്നു? വളരെ സമാധാനത്തോടു കൂടി, ഒരു തടസ്സങ്ങളും കൂടാതെ മുന്നോട്ട് ജീവിച്ച് നീങ്ങുന്നു. അതാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ നോക്കാം. രണ്ടാമത്തെ സ്റ്റാൻസ നമുക്കൊന്ന് വായിക്കാം. പിതാ കെ ബാദ് हम भाइयों के बीच पुल बनी माँ अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. ഒന്നുകൂടെ വായിക്കാം. पिता के बाद हम भाइयों के बीच पुल बनी माँ अचानक नहीं टूटी, धीरे धीरे टूटती रही.
हम देखते रहे और मानते रहे कि बूढ़ा रही है മാ. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? കുറേ അധികം വേർഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. പിതാ കെ ബാദ് നമുക്ക് നോക്കാം. പിതാ കെ ബാദ് എന്താണ്? പിതാവിനു ശേഷം. ബാദ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ, ശേഷം. പിതാ കെ ബാദ് അച്ഛൻ്റെ ശേഷം. ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി മാ. ആദ്യത്തെ സ്റ്റാൻസയിലെ 2 വരികൾ ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി മാ. നമ്മൾ കുടുംബാംഗങ്ങൾക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ പുൽ ബനി മാ, അമ്മ എന്തായി? ഒരു പാലത്തെ പോലെ ആയി മാറി. അച്ചാനക് നഹി ടൂട്ടി. അച്ചാനക് നഹി ടൂട്ടി. പെട്ടെന്നല്ല എന്ത് ചെയ്തത്? അച്ചാനക് സഡൻലി, പെട്ടെന്ന്. നഹി ടൂട്ടി പെട്ടെന്നല്ല എന്ത് സംഭവിച്ചത്? ടൂട്ടി, ടൂട്ടന. ടൂട്ടന इसका माना है दुर्बल होना. दुर्बल होना, कमजोर हो जाना, कमजोर पड़ना. टूटना എന്ന് പറഞ്ഞാൽ ദുർബൽ ഹോന, ദുർബലമാവുക, ദുർബലയാവുക. അതല്ലെങ്കിൽ കംസോർ ഹോ ജാന, കംസോർ പഡ്ന. അച്ചാനക് നഹി ടൂട്ടി പെട്ടെന്നല്ല അമ്മയ്ക്ക് എന്ത് സംഭവിച്ചത്? അമ്മ ദുർബലയായത്. അച്ചാനക് നഹി പെട്ടെന്നല്ല. ധീരെ ധീരെ ടൂട്ട്തി രഹി. ധീരെ ധീരെ സാവധാനത്തിൽ, പതുക്കെ പതുക്കെ. ടൂട്ട്തി രഹി എന്ത് സംഭവിച്ചു? അമ്മ ദുർബൽ ഹോനെ ലഗി, ദുർബലയാവാൻ തുടങ്ങി. ഹം ദേഖ്തേ രഹെ. ഹം ദേഖ്തേ രഹെ. ദേഖ്ന നോക്കുക. ഹം ദേഖ്തേ രഹെ നമ്മൾ എന്ത് സംഭവിച്ചു? ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ഓർ മാൻതേ രഹെ പിന്നെയോ നമ്മൾ എന്ത് മനസ്സിലാക്കി? നമ്മളിത് മനസ്സിലാക്കി. ഓക്കെ. ബൂഢാ രഹി ഹേ മാ. അമ്മ എന്തായി? ബൂഢാ രഹി ഹേ. ബൂഢാ അമ്മ വൃദ്ധയായി മാറി. അമ്മയ്ക്ക് വയസ്സായി തുടങ്ങി എന്ന് നമ്മൾക്ക് എന്തും കണ്ടപ്പോൾ മനസ്സിലായി. അമ്മ ദുർബലയാവാൻ തുടങ്ങിയപ്പോൾ നമ്മൾക്ക് എന്തു മനസ്സിലായി? മാ ബൂഢാ ഹോ രഹി ഹേ. അമ്മ ബൂഢാ രഹി ഹേ. അമ്മ ഒരു വൃദ്ധയായി മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മക്കൾക്ക് മനസ്സിലായി. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ആശയം. ഈ ഒരു സ്റ്റാൻസയിൽ പൊതുവെയുള്ള ഒരു ആശയം എന്താണ് പറഞ്ഞത്? പിതാ കെ ബാദ് അച്ഛന് ശേഷമാണ് അമ്മ എന്ത് ഏറ്റെടുത്തത്? പുൽ ബനി, അമ്മ ഒരു പാലത്തെ പോലെ ആവി. അച്ചാനക് നഹി ടൂട്ടി, ധീരെ ധീരെ ടൂട്ട്തി രഹി. ധീരെ ധീരെ സാവധാനം അവർക്ക് എന്ത് സംഭവിച്ചു? വോ കംസോർ ഹോനെ ലഗി. അവർക്ക് ദുർബൽ ഹോനെ ലഗി. അവർ ദുർബലയാവാൻ തുടങ്ങി. മാ കെ ധീരെ ധീരെ ടൂട്ട്നെ കോ ബേട്ടെ ക്യാ സംജ. അമ്മയുടെ പതുക്കെ പതുക്കെ അവർ ദുർബലയാവാൻ തുടങ്ങിയപ്പോൾ മക്കൾ ഹം ക്യാ സംജേ നമ്മൾക്ക് എന്താണ് മനസ്സിലായത്? മാ ബൂഢാ ഹോ ഗൈ ഹേ. അമ്മ ബൂഢാ ഹോ ഗൈ ഹേ. അമ്മ ഒരു വൃദ്ധയായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ടീക്കെ. ഇത്രയാണ് രണ്ടാമത്തെ സ്റ്റാൻസയിലൂടെ പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇത്രയും ഭാഗത്തിൻ്റെ മുഴുവൻ ആശയം ഒന്ന് നോക്കാം. മാँ पुल के समान है. माँ परिवार के सदस्यों को आपस में जोड़ने वाली एक कड़ी है. वो हम भाइयों के बीच पुल बनी थी. माँ रूबी फूल से
बच्चों की जिंदगी बेधड़क चलती रहती है, यानी माँ की साये में बच्चे बेधड़क चलती रहती है। पिता के बाद भी भाइयों के बीच में माँ पुल बनी रही। माँ के धीरे धीरे टूटने को बेटे समझने लगे कि माँ बूढ़ा होने लगी है. ഇനി നമുക്കിതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് നോക്കാം. മാ പുൽ കേ സമാൻ ഹെ. അമ്മയെ കവി പുൽ പാലത്തിനോട് ഉപമിച്ചിരിക്കുന്നു. അമ്മ ഒരു ബ്രിഡ്ജിനെ പോലെ ആണ്. ക്യോങ്കെ എന്തുകൊണ്ടെന്നാൽ മാ പരിവാർ കെ സദസ്യോं को आपस में जोड़ने वाली एक कड़ी है. അമ്മ പരിവാർ കെ സദസ്യോं को കുടുംബാംഗങ്ങളെ എല്ലാവരെയും ആപ്പസ് മേ ജോഡ്നെ വാലി ഏക് കടി ഹെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. മാരൂബി ഫുൽ സെ ബच्चों की जिंदगी ഭേദടക് ചൽത്തി രഹ്തി ഹെ. അമ്മയെന്ന പാലം മക്കളുടെ ബच्चों की जिंदगी നമ്മൾ മക്കളുടെ ജീവിതം ഭേദടക് ചൽത്തി രഹ്തി ഹെ അമ്മയുള്ളതുകൊണ്ട് അമ്മയെന്ന പാലം ഉള്ളതുകൊണ്ട് മക്കളുടെ ജീവിതം ഭേദടക് ഒരു തടസ്സങ്ങളും കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. पिता के बाद भी भाइयों के बीच में माँ पुल बनी रही. അച്ഛന് ശേഷവും പിതാവിന് ശേഷവും അമ്മ എന്തായിരുന്നു? ഭായിയോ കെ ബീച്ച് മേ സഹോദരങ്ങൾക്കിടയിൽ പുൽ ബനി രഹി ഒരു പാലമായി തന്നെ പ്രവർത്തിച്ചു. മാ കെ ധീരെ ധീരെ ടൂട്ട്നേക്കോ അമ്മയുടെ പതുക്കെ പതുക്കെ ദുർബലയാകുന്നത് ബേട്ടെ സമജ്നെ ലഗെ മക്കൾ എന്താണ് മനസ്സിലാക്കിയത്? മാ ബൂഢാ ഹോനെ ലഗി ഹെ അമ്മ വൃദ്ധയാവാൻ തുടങ്ങി എന്ന് മക്കൾ മനസ്സിലാക്കി. ഇത്രയുമാണ് ഈ ഒരു 2 സ്റ്റാൻസയിലൂടെ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടെ നോക്കാം. കവിതാ കാ നാം ക്യാ ഹെ? കവിതാ കാ നാം फूल बनी थी माँ. और कवि कौन है? कवि नरेंद्र पुंडरी. हम भाइयों के बीच फूल बनी थी माँ. यहाँ हम किसका सूचक है? हम बेटों का सूचक है. बच्चों की जिंदगी कैसे चलती रहती थी? बेटों की जीवन रूपी गाड़ी माँ रूपी पुल से चलती रहती थी. हम लोगों की जुग जुग जग जग. यहाँ जुग जुग जग जग चलने वाली रेलगाड़ी का संबंध किससे है? किससे है? हमसे यानी ബच्चों के जिंदगी से है. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഭാഗം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.